ഹായ് നമസ്കാരം, എൻ്റെ പേര് ജിതിൻ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരികയാണ്. എന്താണ് വീട് നിർമ്മാണം അല്ലെങ്കിൽ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടിപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയെ മുൻകണ്ടുകൊണ്ടായിരിക്കണം. ഡിസൈൻ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭാവിയെ മുൻകണ്ടുകൊണ്ടായിരിക്കണം ആ ഒരു ഡിസൈനിങ് പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീട് നിർമ്മിക്കേണ്ടത്. അതിനൊക്കെ കുറച്ച് വിശദീകരിച്ച് പറയാം. വേറൊന്നുമല്ല, നമ്മൾ വീട് പണിയുന്നത് ആ ഒരു വീട്ടിലെ അംഗങ്ങൾ നോക്കാം. ഒരു അച്ഛൻ, ഒരു അമ്മ, 2 മക്കൾ, ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു ലിമിറ്റേഷനിൽ നമുക്ക് വരുമ്പോൾ ഒരു 2 ബെഡ്റൂമിൻ്റെ വീടേ നമുക്ക് വെക്കാനുള്ള ബഡ്ജറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ, കുഴപ്പമില്ല, 2 ബെഡ്റൂം ധാരാളമാണ്, ആ രീതിയിൽ തന്നെ വീട് പണിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യും, നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾ വലുതാവും, അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മയും കുറച്ച് പ്രായമാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി, ശൈലികൾ ഇതെല്ലാം മാറും. വീട്ടിൽ അംഗങ്ങൾ കൂടാനുള്ള സാധ്യത എന്താണ്? ആൺമക്കളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു നിശ്ചിത ഏജ് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. എന്ന് കരുതി നമുക്ക് ബഡ്ജറ്റ് കുറവാണ്, വീട് നിർമ്മിക്കുമ്പോൾ തന്നെ 4-5 റൂമുമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ പ്ലാനിങ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഭാവിയെ മുൻകണ്ട് നമുക്കൊരു മിനിമം ഒരു 20-25 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ലിമിറ്റേഷൻ വരെയെങ്കിലും നമ്മൾ ചിന്തിച്ചിരിക്കണം. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത രീതി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂം എടുക്കേണ്ടി വരികയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ഓപ്ഷൻ നമ്മളതിൽ കണ്ടിട്ടുണ്ടാവണം. മിക്കവരും ചെയ്യുന്നത്, എല്ലാവരും ഒരു 90% ആൾക്കാരും ചെയ്യുന്നതാണ് എന്താണ്, ഇപ്പം എനിക്ക് 2 റൂമിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം എന്നുള്ള രീതിയിലും ഒരു സ്റ്റെയർ റൂമും കൊടുത്ത് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യും. അതിനനുസരിച്ച് നിർമ്മാണവും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അവിടെ പറ്റിപ്പോകുന്ന കാര്യം, നമ്മളൊരു ഡിസൈനറുടെ അടുത്ത് ചെയ്യുന്നത് പറയുന്നത് ഒരു സ്റ്റെയറിൻ്റെ ഓപ്ഷൻ കൊടുക്കണം, എനിക്ക് ഗ്രൗണ്ട് ഫ്ലോർ 2 റൂം വേണം, ഭാവിയിൽ ഞാൻ മുകളിൽ എടുത്തോളാം. അല്ലെങ്കിൽ ചിലപ്പോൾ പറയുകയും കൂടി ഉണ്ടാവില്ല, ഒരു സ്റ്റെയർ റൂമിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവണം. നമ്മുടെ മനസ്സിൽ എന്താണ്, നമുക്ക് മുകളിലേക്ക് ഭാവിയിൽ ഒരു റൂം എടുക്കാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, പ്ലാൻ ഡിസൈൻ ചെയ്യും, സ്റ്റെയർ എവിടെയെങ്കിലും കൊടുക്കും, ആ രീതിയിൽ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും നമുക്കൊരു സിറ്റുവേഷൻ വരെയാണ് മുകളിലേക്ക് നമുക്കൊരു റൂമും കൂടിയും എടുക്കേണ്ട ഒരു ആവശ്യം വരെയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി സ്റ്റെയർ ഇട്ടുണ്ടല്ലോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ ഈ സ്റ്റെയർ ഒരു റിനോവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അപ്സ്റ്റെയറിലേക്കാണ് റൂം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ടാവും, മുകളിലേക്ക് റൂം എടുക്കാനുള്ള പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ടാവും. ഈ പ്രൊവിഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ മെയിൻ നമുക്ക് അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ഭിത്തി എങ്ങനെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മുകളിൽ റൂമോ കാര്യങ്ങളോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡീഷണൽ ബീമോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട്. എന്താണ്, റൂഫ് സ്ലാബ് വാർത്തപ്പോൾ നോർമൽ രീതിയിൽ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ടും ഉണ്ടാവും. പക്ഷേ റൂം എടുക്കേണ്ടി വരുമ്പോൾ ചില സിറ്റുവേഷനിൽ ബീം അവിടെ ആവശ്യം, ആ റൂമിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ബീം നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യുമ്പോൾ, കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. എന്താണ്, റൂം ഭാവിയിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ബീമോ കാര്യങ്ങളോ കൊടുക്കാതെ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ സ്റ്റെയർ റൂം മാത്രം ചെയ്തിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് നമുക്ക് റൂം എടുത്തു വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീടിൻ്റെ ഭംഗിയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് റൂം എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ താഴെ ഉള്ള റൂമിൻ്റെ മുകളിൽ നമുക്കൊരു റൂം എടുക്കേണ്ടി വരുമ്പോൾ ആ ഒരു വീടിൻ്റെ ഏതെങ്കിലും കോർണറിലോ അല്ലെങ്കിൽ പുറകുവശത്തോ വരുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീടിന് കുറച്ച് ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ആവശ്യം 2 ബെഡ്റൂം ആയിക്കോട്ടെ, 3 ബെഡ്റൂം ആയിക്കോട്ടെ, ഇനി അടിയിൽ 2 ബെഡ്റൂമും മുകളിൽ ഒരു റൂമും എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർക്കും സെയിം ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഭാവിയിലേക്ക് ഒരു റൂം എടുക്കണം എന്നുള്ളത് ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവാം, പക്ഷെ അതിനുള്ള പ്രൊവിഷൻ ഇട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഭാവിയിലേക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴില്ലെങ്കിൽ പോലും ഏതെങ്കിലും ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ വരികയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ കാണണം. അത് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈനറോട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പ്ലാനിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം. പ്ലാനിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊന്നും വരില്ല, പക്ഷേ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബീമോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ലാബിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് സ്റ്റീൽ കമ്പി എവിടെയെങ്കിലും സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം.
നമ്മൾ റൂം എടുക്കോ എടുക്കാണ്ടിരിക്കുമോ അതും സെക്കൻഡറി ആണ്. പക്ഷേ അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനൊരു ചിലവ്, ചെറിയൊരു ചിലവേ നമുക്ക് എക്സ്ട്രാ വരുള്ളൂ. പക്ഷെ അത് ചെയ്ത് ഇട്ടില്ലെങ്കിലുള്ള ദോഷം, ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഒരു ജീവിത രീതി മാറി, നമ്മൾ ഫിനാൻഷ്യലി ഒന്നും കൂടി ഒന്ന് സെറ്റായി, നമുക്ക് റൂം നിർബന്ധമായിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 5 കൊല്ലത്തിനിടയിലാണ്, 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പറയണം ഒരു പുതിയൊരു വീടാണ്, നമുക്ക് റൂമും കൂടി എടുക്കാൻ പ്ലാൻ ചെയ്യണം. പക്ഷേ എന്താണ്, ബീം കൊടുത്തിട്ടില്ല, നമുക്ക് താഴത്തെ റൂമിൻ്റെ സെയിം പ്രൊഷൻ മുകളിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ വീടിന് ടോട്ടലായിട്ട് ഭംഗിയെ ബാധിക്കും. അല്ലെങ്കിൽ എന്താ ഒരു ഏച്ചി കിട്ടിയ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ആ ഒരു വീടിൻ്റെ പൂർണ്ണമായ ഭംഗിയും അതിൻ്റെ ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു വീട് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നിർമ്മിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെ എന്താവും. അപ്പോൾ അത് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഇട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, സിംഗിൾ ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും ഡബിൾ ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ന് എന്താണോ ആവശ്യം ഒരു സ്റ്റെപ്പ് കടന്ന് ചിന്തിച്ച് അത് ആ ഒരു പ്ലാനിലുള്ള ഒരു ഓപ്ഷൻ നൽകിക്കൊണ്ട് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ രീതിയിൽ ഡിസൈൻ ചെയ്താൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനീയർ പറയണം, നിർബന്ധമായിട്ടും പറയണം, എനിക്കൊരു റൂം എടുക്കേണ്ടി വന്നാൽ ഇന്ന പോർഷനിൽ എനിക്ക് എടുക്കാൻ പറ്റണം, അത് വീടിൻ്റെ ആ ഒരു രീതിയിലായിരിക്കണം വീടിൻ്റെ ഡിസൈനിങ് വരുന്നത്. അതിനെന്തെല്ലാം നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം, അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതും ചോദിച്ച് മനസ്സിലാക്കി അത് നമ്മൾ ചെയ്തിരിക്കണം. അത് എഞ്ചിനീയറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു 99% എന്താണ് ആ വീട് നിർമ്മിക്കുന്ന ഓണറുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ എഞ്ചിനീയറോട് പറയുന്നത് എനിക്കൊരു ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു പ്ലാൻ വേണം എന്നാണ് പറയുന്നത്. ഡിസൈനർ എന്താണ് റിക്വയർമെൻറ്റ്, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് പ്ലാൻ ഡിസൈൻ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ആവശ്യം ഇതും കൂടി കണ്ടുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം നമ്മളെല്ലാവരും എല്ലാ ക്ലയൻറ്റിനോടും നമ്മൾ പറയാറുണ്ട്, ഇതാണോ പ്ലാൻ, നമുക്ക് ഭാവിയിലേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വേണോ, അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ കണ്ടുകൊണ്ട് മുൻകൂട്ടി ഭാവിയെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ വീട് നിർമ്മാണം പ്ലാൻ ചെയ്യുന്നതും കൺസ്ട്രക്ഷൻ ചെയ്യുന്നതും. അത് വലിയൊരു ചിലവ് അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ മുഴുവൻ ഭംഗിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം.